മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം സ്ഥിരീകരിച്ചിരിക്കുന്നു ഡോക്ടർമാരുടെ സംഘടന. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വസ്തുതയാണെന്ന് മെഡിക്കൽ ഡോക്ടർമാരുടെ സംഘടന തന്നെ വിശദീകരിക്കുകയാണ്. അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഫയലുകൾ നീക്കുന്നതിലും കെടുകാര്യസ്ഥതയാണെന്ന് KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്നാര ബീഗം പറഞ്ഞു. യൂറോളജിയിൽ മാത്രമല്ല മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും പ്രതിസന്ധിയുണ്ട്. തുറന്നു പറച്ചിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുണ്ടായാൽ ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുമെന്നുമാണ് KGMCTയുടെ മുന്നറിയിപ്പ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അരുൺ സോൾമൻ തുറന്നടിച്ചിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ MGCTA വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഡോക്ടർ പറയുന്നതിൽ കഴമ്പുണ്ട് എന്നു തന്നെയല്ലേ? അരുൺ, ഒരു സംശയവുമില്ല. വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയാണ് ഈ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വളരെയധികം ഭയമുണ്ടായിരുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇതേ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂറോളജി വകുപ്പിൽ ഉപകരണക്ഷാമമുണ്ട്. ഇക്കാര്യം വകുപ്പ് മന്ത്രിയുടെ PS അടക്കം സെക്രട്ടറി അടക്കമുള്ളവരെ ഇത് അറിയിച്ചിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഡോക്ടർ വളരെ വികാരധീരനായിട്ടാണ് ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കാരണം വളരെയധികം ഭയമുണ്ട്. വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. ഒരു HOD ആയതിനു ശേഷം പലരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. അത് തന്നെയാണ് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ പലപ്പോഴും പല രോഗികളുടെ മുന്നിൽ നിരാശനായി, സർജറി ചെയ്യാൻ കഴിയാതെ നിരാശനായി മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ സൂപ്രണ്ട് വ്യക്തമാക്കിയത് 66 ലക്ഷം രൂപ യൂറോളജി വകുപ്പിന് മാത്രം നൽകിയെന്നതാണ്. പക്ഷേ അതിലിപ്പോൾ ഡോക്ടർ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ 66 ലക്ഷം രൂപ തന്നു എന്ന് പറയുമ്പോഴും ഒരു സർജറി നടത്തണമെങ്കിൽ 12 ഉപകരണങ്ങൾ വേണമെന്നുള്ളതാണ്. 12 ഉപകരണങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ആ ഉപകരണങ്ങളുടെ മറ്റ് ആക്സസറികൾ പലപ്പോഴും വാങ്ങി നൽകാൻ മെഡിക്കൽ കോളേജിലെ അധികൃതർ ഞാൻ അതിലേക്ക് വരാം. അരുൺ, നമുക്ക് ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഡോക്ടർ പറഞ്ഞതിൽ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തവുമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തിലെ മാത്രം പ്രതിസന്ധിയല്ല. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് TV പ്രസാദ് പറയുന്നത് മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി രൂക്ഷമാണ്. യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല, ന്യൂറോ സർജറികൾ മുടങ്ങുന്നുണ്ട്. കാർഡിയോളജി വിഭാഗത്തിൽ പ്രതിസന്ധിയുണ്ട്. ഓർത്തോ സർജറി വിഭാഗത്തിലും പ്രതിസന്ധിയുണ്ട്. ജനറൽ സർജറിയിലും പ്രതിസന്ധിയുണ്ട്. രോഗികൾക്ക് പുറത്തു പറയാൻ ഭയം. ദുരിതത്തിലാകുന്നത് സാധാരണക്കാരായ രോഗികളാണ്. ഡോക്ടർമാരും തുറന്നു പറയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി പ്രധാന കാരണം. ആരോഗ്യവകുപ്പ് മന്ത്രി അത് സമ്മതിക്കുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടും സെക്രട്ടറിയെ നേരിട്ട് കണ്ടിട്ടും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ ഒരു മുതിർന്ന ഡോക്ടർക്ക് തൻ്റെ വകുപ്പിൽപ്പെട്ട സർജറികൾ നടത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നമുക്കിപ്പം TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്ന്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നതും ഗുരുതര വീഴ്ച. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറിയെ തന്നെ നേരിട്ട് കണ്ടിട്ടും ഈ സർജറി മുടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ ആവശ്യത്തിനുള്ള പരിപാലനം ഉണ്ടായിരുന്നില്ല. പ്രോബുകൾ അടക്കമുള്ളവ വാങ്ങിയിട്ടും അത് കൃത്യമായി പരിപാലിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. രോഗികൾ തന്നെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്ന അവസ്ഥയുണ്ടാവുന്നു. സഹികെട്ടു പറയുകയില്ലേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ? ഇത് ഒരു വകുപ്പിന്റെ മാത്രം കഥയല്ലല്ലോ TV പ്രസാദ്. ഗുരുതരമായ പ്രതിസന്ധിയാണ് അരുൺ. ഹാരിസ് ഡോക്ടർ ഇന്നിത് പറയാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിത് ചർച്ച ചെയ്യുന്നത്. കാരണം രോഗികൾ പോലും ഇത് പുറത്തു പറയാൻ പേടിക്കുകയാണ്. കാരണം അവരുടെ സർജറി മുടങ്ങിപ്പോകുമോ, ഇനിയിപ്പോൾ ഡോക്ടർമാർ നമ്മളെ ചികിത്സിക്കില്ലേ തുടങ്ങിയ ആശങ്കയാണ് രോഗികളെ അകറ്റുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂറോ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ന്യൂറോ സർജറിയും ഓർത്തോ സർജറിയും കാർഡിയോളജി സർജറിയും എല്ലാം മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ പ്രതിസന്ധി എന്നുള്ളതാണ്, മറ്റിടങ്ങളിലുമുണ്ട്. ഈ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അരുൺ. ഇതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാസ്പ് വഴിയാണ് ഇതുവഴിയുള്ള പണം സർക്കാരിന് കിട്ടുന്നത്. കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, അതിൽ സർക്കാരിന്റെ വിഹിതമുണ്ട്. സർക്കാർ കൃത്യമായി കണക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ, ഓഡിറ്റ് ചെയ്ത കണക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കേന്ദ്രം ആ പണം കൊടുക്കുന്നതിലും വലിയ തോതിലുള്ള വിമുഖത കാട്ടുന്നതായിട്ടും ആരോപണമുണ്ട്. ചുരുക്കത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വേണ്ടുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാങ്ങിക്കുന്നത് അവിടുത്തെ HDS കമ്മിറ്റിയാണ്. ഈ HDS അതിന് പണം കൊടുക്കുന്നില്ല, HDS വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണവും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഇതിന്റെ എല്ലാം ചുമതലയുള്ള ആരോഗ്യമന്ത്രി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മാധ്യമ
വാർത്തകളെ എപ്പോഴും പുച്ഛത്തോടെ തള്ളുകയാണ്. നേരത്തെ മരുന്നിന്റെ പ്രതിസന്ധി വന്ന സമയത്തും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. മാധ്യമ വാർത്തകളെ കുറ്റപ്പെടുത്താനായിരുന്നു ആരോഗ്യമന്ത്രിക്ക് താല്പര്യം. അതേസമയം നടന്ന് കാലി തേയുന്ന പാവപ്പെട്ട രോഗികളുടെ സങ്കടം കാണാൻ ഈ മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അരുൺ. ഈ ഡോക്ടർ ഇന്നിപ്പോൾ തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഡോക്ടർക്കറിയാം നാളെ സുഖമായി അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ അത് പുറത്തു പറയണമെന്നും താൻ പുറത്തു പറയുന്നതിലൂടെയെങ്കിലും ഈ സംവിധാനം നന്നാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഉറപ്പായും. തീർച്ചയായിട്ടും ടി വി പ്രസാദ്, ആ ഡോക്ടറെ തീർച്ചയായിട്ടും സർക്കാരും നമ്മുടെ പൊതുസമൂഹവും ചേർത്തു തന്നെ നിർത്തണം. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങൾ സഹികെട്ടാണല്ലോ ആ ഡോക്ടർ ഇക്കാര്യം പറയുന്നത്. അതുപോലെ KGMCT ശരിവെച്ചിട്ടുണ്ട്, മറ്റു ഡോക്ടർമാർ ശരിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായി ചുവപ്പുനാട എന്തുകൊണ്ട് അഴിക്കാൻ കഴിയുന്നില്ല എന്ന വിഷയത്തിൽ ആഴത്തിലുള്ള പരിശോധന വേണം. അതേതെങ്കിലും തരത്തിലൊരു പ്രത്യേക കുറ്റപ്പെടുത്തലല്ല. ഈ സംവിധാനത്തിൽ എവിടെയാണ് പാളിച്ചയുണ്ടാവുന്നത്? വേണ്ടത്ര സാമ്പത്തിക സഹായം നൽകാൻ ധനവകുപ്പിന് കഴിയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് തുറന്നു പറയണം. ഗുരുതരമായ പ്രശ്നമല്ലേ?